ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കനോ മുട്ട ബീഫോ ഒന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളകൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടുകയും വേണം. ഇനി നമ്മളിതിലേക്ക് 1 കൈപ്പിടി അളവിലാണ് കേട്ടോ ഞാൻ ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ജസ്റ്റ് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്, ഗ്രേറ്റ് ചെയ്തതല്ല കേട്ടോ. അപ്പം ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വെള്ളമൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള പാനിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടോസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ക്രഞ്ചി ആവുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മയണൈസും കൂടി ചേർത്തെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഓയിലും പാലൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള മയണൈസാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, മുട്ടൊന്നും യൂസ് ചെയ്യാതെ തന്നെ. ഇത് നമുക്ക് ചൂടായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ വിരുന്നാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്ന വീഡിയോ ആണെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.